എല്ലാ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകാൽ ഈ മീറ്റിംഗ് കോർഡിനേറ്റ് ചെയ്യുന്ന ദേവദാസി, അതുപോലെ ഇതിന്റെ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന ദേവദാസൻ, എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും ഞാൻ അറിയിക്കുന്നു. ഇങ്ങനെയൊരു സാഹചര്യം എനിക്ക് ഒരുക്കി തന്ന പ്രിയപ്പെട്ടവരുടെ നന്ദി ആദ്യമേ അറിയിക്കുകയാണ്. ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു. പ്രിയ ദേവദാസി പറഞ്ഞതുപോലെ എൻ്റെ പേര് ജോസ് മാത്യു. പഞ്ഞിക്കാടിൽ നിന്നാണ് എൻ്റെ വീട്ടുപേര്. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ അയിരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കുടുംബമായി പാർക്കുന്നു. ദൈവം അയക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കർത്താവിന്റെ വിടുതലിന്റെ സാക്ഷ്യവുമായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. അവർ ദൈവകൃപയാൽ വിദേശത്തെ ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഈ കർത്താവിനെ കണ്ടുമുട്ടിയത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി എന്ന് പറയുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ഞാൻ 1996 റൂമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ സന്ധിവാതം, മലയാളത്തിൽ നമ്മളിവിടെ സാധാരണ പറയുന്ന ഒരു രോഗമാണ്, ആമവാദം എന്ന് പറയും. ആ രോഗം വന്ന് ഞാൻ വളരെ വൈദ്യന്മാരാൽ ഒരുപാട് കഷ്ടം അനുഭവിച്ചു. ആദ്യം ആൾക്കാർ എന്നോട് പറഞ്ഞത് ഇത് ആരോ എന്തോ ചെയ്തതാണെന്നാണ് പറഞ്ഞത്. അതിന് ഈ പഴമക്കാർ പറയുന്ന പോലെ മന്ത്രവും മരുന്നും എന്ന് പറഞ്ഞതുപോലെ ആദ്യം അതിൻ്റെ പുറകെ പോയി അവിടെ ചെന്നു. അതിന് ഒത്തിരി പൈസകൾ മുടക്കി. എന്നാൽ യാതൊരു വിധത്തിലും ഒരു പ്രയോജനം ഉണ്ടായില്ല. വീട്ടിൽ വന്നു. വീണ്ടും എൻ്റെ കയ്യിൽ വേദന, ശരീരം മുഴുവൻ വേദന ഒക്കെ വന്ന് ഞാൻ മരണത്തോട് മല്ലടിച്ച്, നിങ്ങൾ ഈ സൂമിൽ കാണുന്ന പ്രിയപ്പെട്ടവർക്ക് എൻ്റെ കൈയെ ഞാനൊന്ന് കാണിക്കുവാനായി ആഗ്രഹിക്കുന്നു. എൻ്റെ കൈ കാണുമ്പോൾ അറിയാം ഞാൻ എപ്രകാരം ആയിരുന്നു എന്ന്. ജോയിൻസിന് മുഴുവൻ വേദനയായിട്ട് എൻ്റെ ശരീരത്ത് ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ ഞാൻ അലറിക്കരയുമായിരുന്നു. ആ ഒരവസ്ഥയിലായിരുന്നു. ഇവിടെ നമ്മുടെ നാട്ടിലെ പല ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങി അവിടെയൊക്കെ ചെയ്ത ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഇരുമ്പ് ട്രേയ്ക്കകത്ത് മെഴുക് ഉരുക്കി ഇട്ടിട്ട് അത് ഇരുമ്പ് തവി കൊണ്ട് ഊരി എൻ്റെ ഈ കയ്യിലേക്ക് ഇങ്ങനെ ഒഴിക്കുമ്പോൾ അത് തണുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ പുളർന്നെടുക്കും. അപ്പൊ നല്ല റോസപ്പൂ പോലെയാണ് എൻ്റെ കൈകളെന്ന് കണ്ടുകൊണ്ടിരുന്നത്. അത്ര വേദന ഞാൻ സഹിച്ചവനാ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പല ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങി തിരുമിക്കാൻ പോകുമ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവര് എന്നെ ഈ കിടത്തി കാലുകൊണ്ടാണ് ചവിട്ടി തിരുമുമ്പോൾ എൻ്റെ കാലിന്റെ ഭാഗത്ത് ആ മനുഷ്യന്റെ കാലിന്റെ തള്ളവിരൽ വരുമ്പോൾ ഞാൻ അലറിക്കരയും. അപ്പോൾ എൻ്റെ തല പൊങ്ങും. തലയുടെ ഭാഗത്ത് തിരുമുമ്പോൾ എൻ്റെ കാല് പൊങ്ങും. അങ്ങനെ വളരെ വേദന സഹിച്ച് ഞാൻ കിടന്ന സ്ഥാനത്ത് അദ്ദേഹം പറഞ്ഞു, ഇനി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അദ്ദേഹം ഉപേക്ഷിച്ചു. അങ്ങനെ ഭവനത്തിൽ മരണത്തോട് മല്ലടിച്ച് ഞാൻ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ദൈവകൃപയെന്ന് പറയട്ടെ, ദൈവത്തിന്റെ സമയം എന്ന് പറയട്ടെ, ഇവിടെ നമ്മുടെ ബാപ്പുട്ടി പാസ്റ്റർ എന്ന് പറയുന്ന കർത്താവിന്റെ ദാസന്റെ സഭയിൽ കൂടിക്കൊണ്ടിരുന്ന ഒരമ്മച്ചി എന്നെ കാണുവാനായിട്ട് ഇവിടെ വന്നിട്ട് പറഞ്ഞു, എൻ്റെ ദൈവമേ, ജോസ്മോന്റെ കിടപ്പ് എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഇത് ദൈവം അത്ഭുതം പ്രവർത്തിക്കും എന്ന് പറയുവാനിടയായി. ആ പ്രിയ അമ്മച്ചി കടന്നു എന്ന് ദൈവദാസനോട് പറഞ്ഞു. ആ ദൈവദാസനും വേറൊരാളും കൂടി ഇവിടെ കടന്നു വന്നു. ആദ്യമായി എൻ്റെ ഭവനത്തിൽ ഒരു പെന്തക്കോസ്തുകാരൻ വരുന്നതെന്ന് പറയുന്നത് ആ ദൈവദാസനാണ്. ആ ദൈവദാസൻ വന്നു, എന്നോട് ചോദിച്ചു പേരെന്താണെന്ന് ചോദിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ബ്രദറെ, ഇത് ദൈവത്താൽ മാത്രമേ സൗഖ്യമാകുകയുള്ളൂ. ഞാൻ ഇതേ അസുഖം വന്ന് കുവൈറ്റിന്റെ പ്രദേശത്ത് കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. ദൈവം എന്നെ അത്ഭുതകരമായി സൗഖ്യമാക്കി. അന്ന് തൊട്ട് കർത്താവിന്റെ വേലോടുള്ള ബന്ധത്തിൽ ഞാൻ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വന്നവനാണ് എന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ പാരമ്പര്യം എന്നെ അത് കേൾക്കുവാനോ അല്ലെ അത് അനുസരിക്കുവാനോ എന്നെ സമ്മതിച്ചില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ അത് ഏറ്റെടുത്തില്ല. കാര്യം എൻ്റെ ഭവനം എന്ന് പറയുന്നത് അച്ഛന്മാരുടേതും തിരുമേനിമാരുടെയും ഒക്കെ കുടുംബമായതുകൊണ്ട്, കുടുംബത്തിൽ നിന്ന് ആരും അങ്ങനെ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് പോയിട്ടില്ലാത്തത് കൊണ്ട് വളരെ എനിക്കത് സാധ്യമായ ഒരു കാര്യം എന്ന് തോന്നിയില്ല. എന്നാൽ ആ കിടപ്പിൽ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിക്കും, ബ്രദർ വിശ്വസിച്ചാൽ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല. അന്ന് അദ്ദേഹം അങ്ങനെ തിരിച്ചുപോയി. എന്നാൽ വീണ്ടും അദ്ദേഹം ഈ ഭവനത്തിൽ കടന്നു വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ചോദിച്ചു, എന്ത് തീരുമാനമെടുത്തു എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് തോന്നി ഞാൻ മരിച്ചു പോകും എന്ന് പറഞ്ഞാൽ എൻ്റെ കൈ ചലിപ്പിക്കാൻ പറ്റത്തില്ല. കുഞ്ഞുങ്ങൾ വലുതും കഴിക്കാൻ വാരിത്തന്നാൽ കഴിക്കും, ആരെങ്കിലും പിടിച്ചു കൊണ്ടുപോയി കുളിപ്പിച്ചാൽ കുളിക്കും. എനിക്ക് എഴുന്നേൽക്കാനോ ഒന്നും കഴിയാത്ത ദിവസം ഒരേ കിടപ്പ്. കണ്ണിലോട്ട് മയക്കം കയറുമ്പോൾ എൻ്റെ ഈ കൈ വലിച്ച് ഞാൻ കട്ടിലിന്റെ ക്രാസിയിലേക്ക് വലിച്ചടിക്കും.
അപ്പോൾ അതിവേദനയാണ്. എൻ്റെ ശരീരത്തെ ആരും തൊടാൻ ഞാൻ സമ്മതിക്കത്തില്ല. ശരീരം മുഴുവൻ വേദനയെടുത്ത് ആ കിടന്ന അവസ്ഥയിൽ ആ ദേവദാസൻ പറഞ്ഞു, ദൈവസന്നിധിയിൽ ഒരു തീരുമാനം എടുക്കാമോ എന്ന് ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. അന്ന് ദൈവം എൻ്റെ ഉള്ളത്തിൽ പ്രവർത്തിച്ചു. ഞാൻ പറഞ്ഞു, ഞാനൊരു തീരുമാനമെടുക്കാം. അന്ന് എനിക്ക് അറിയത്തില്ല എങ്ങനെയാണ് ദൈവസന്നിധി സമർപ്പിക്കേണ്ടതെന്നൊന്നും അറിയത്തില്ല. കർത്താവിൻ്റെ ദാസൻ സത്യവാചൻ ചൊല്ലിത്തന്നു. ഞാൻ ദൈവസന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ തുടർച്ചയായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും, ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറയാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഞാൻ തിരുവചനത്തിൽ നിന്ന് ഒരു വാക്യം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവചനം 55-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ അല്ല. ദൈവത്തിന് സ്തോത്രം. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ അല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളും അല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അപ്പം ദൈവത്തിന് ഒരു വിചാരമുണ്ട്, അതുപോലെ തന്നെ നമുക്കൊരു വിചാരമുണ്ട്. എന്നാൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ മറ്റ് ഉള്ളവർക്കും ചില വിചാരങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവത്തിന് എന്നെക്കുറിച്ച് ഒരു വിചാരം ഉണ്ടായിരുന്നുകൊണ്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കുവാൻ ഇടയായി എന്ന് എനിക്ക് പറയുവാൻ കഴിയും. ആ കർത്താവിൻ്റെ ദാസൻ കടന്നു വന്നു, എന്നോട് ആദ്യമേ ചോദിച്ചു, ഇനി ഞങ്ങളൊരു പ്രാർത്ഥന ഇവിടെ നടത്തുന്നതിൽ വിരോധം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തു. ഞാൻ പറഞ്ഞു, ഒരു വിരോധവുമില്ല, നടത്താമെന്ന് പറഞ്ഞു. ആദ്യമായി എൻ്റെ ഭവനത്തിൽ പെന്തക്കോസ്തുകാരുടെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന നടക്കുവാനിടയായി. അതുവരെ എന്നോട് സഹകരിച്ചു നിന്ന എൻ്റെ സഹോദരന്മാരും എൻ്റെ മറ്റ് പ്രിയപ്പെട്ടവരും ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാര്, അയൽവാസികൾ പോലും എന്നെ വെറുത്തു. ആരും കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും വെറുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പെന്തക്കോസ്തുകാർ വീട്ടിൽ കയറി പ്രാർത്ഥിച്ചു എന്നുള്ള അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ സഹോദരന്മാർ പോലും പറഞ്ഞു, ഇങ്ങനെ ഒരു സഹോദരൻ ഞങ്ങൾക്ക് ഇല്ല എന്ന് പറയുവാൻ ഇടയായി തീർന്നു. എന്നാൽ ഒന്നെനിക്ക് പറയുവാൻ കഴിയും, ഈ ലോകം മുഴുവൻ നമുക്ക് എതിരായി നിന്നാലും ദൈവം നമുക്ക് അനുകൂലമായി നിന്നാൽ ആരെല്ലാം എന്തെല്ലാം ശ്രമിച്ചാലും ഒരിക്കലും നമ്മൾ അവരുടെ മുന്നിൽ തോറ്റുപോകില്ല എന്ന് എൻ്റെ അനുഭവത്തിൽ കൂടി എനിക്ക് പറയുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. അന്ന് ആ ഒരു തീരുമാനപ്രകാരം ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനം അന്ന് തൊട്ട് ഹൃദയത്തിൽ വലിയ ആഗ്രഹമാണ്, കർത്താവിനെ അറിയണം. അപ്പോൾ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ പറയാൻ തുടങ്ങി, അവൻ പോയതുപോലെ അവനെ തിരിച്ചു വരുത്തും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഈ ദൈവവചനത്തെക്കുറിച്ചോ അതിനെക്കുറിച്ചോ ഒന്നും എനിക്ക് ഒരറിവുമില്ല. അന്ന് ഞാൻ തീരുമാനിച്ചു, എനിക്ക് ബൈബിൾ കോളേജിൽ പോകണം, പഠിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ ബൈബിൾ കോളേജിൽ പോയി പഠിക്കുവാനിടയായി തീർന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇനി എന്തെല്ലാം വന്നാലും മടങ്ങിപ്പോകുന്ന ഒരു പ്രശ്നമില്ല, ദൈവം തരുന്ന ആയുസ് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുമെന്ന് പറയാനിടയായി. അന്ന് തൊട്ട് വലിയ ആഗ്രഹമാണ്, ഒന്ന് കർത്താവിനെ ഒന്ന് സാക്ഷിക്കണമെന്നും അല്ലെന്നുണ്ടെങ്കിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്നും. എന്നാൽ ശാരീരികമായി അന്നും ഒരു സൗഖ്യമില്ല. എന്നാൽ എവിടെ പ്രാർത്ഥന ഉണ്ടെങ്കിലും കടന്നു പോകണമെന്ന് ഉള്ളിലൊരു ഉൾപ്രേരണയുണ്ട്. ഞാനും എൻ്റെ വൈഫും കൂടെ, ഞാൻ പറയട്ടെ, ഞങ്ങൾ ഇവിടെ നിന്ന് അന്ന് വാഹന സൗകര്യങ്ങൾ കുറവാണ്, എനിക്ക് നടക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഒന്ന് പറയും, ദൈവമേ, ഈ ദേശത്ത് എൻ്റെ പ്രിയപ്പെട്ടവരുടെ മധ്യത്തിൽ കൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ഞാനൊരു പെന്തക്കോസ്തിൽ പോയിട്ടും ഞാൻ പഴയ അവസ്ഥയിലാണല്ലോ എന്ന് മറ്റുള്ളവർ പറയുവാൻ ഇടയാകരുത്. അതുകൊണ്ട് കർത്താവെ, അവരുടെ മുന്നിൽ കൂടെ നടന്നു പോകുമ്പോൾ എന്നെ ബലത്തോടെ നടത്തണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേദന കടിച്ചു പിടിച്ചായാലും ഞാൻ അവരുടെ മുന്നിൽ നല്ല ആരോഗ്യവാനായിട്ട് പോകുന്ന പോലെ പോകും. എന്നാൽ അതുപോലെ ഞാൻ വേദന സഹിക്കുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞാൻ ഒരു മാസയോഗത്തിന്, ഒരു സഭയിൽ, ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു സഭയിൽ മാസയോഗത്തിന് കടന്നു ചെന്നപ്പോൾ എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല. എൻ്റെ മുട്ടിനൊക്കെ ഭയങ്കരമായ വേദന. ഒന്നിരിക്കണമെന്ന് തോന്നി, ഇരിക്കാൻ സ്ഥലമില്ലാഞ്ഞത് കൊണ്ട് ഞാൻ പറയട്ടെ, ഞാനൊന്ന് ഇരിക്കാമെന്നും കൊണ്ട് മുട്ടൽപ്പം ഒന്ന് മടക്കി ഞാൻ പുറമോട്ട് വീണുപോയി. ഞാൻ വീണ് കഴിഞ്ഞപ്പോൾ എനിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. ഞാൻ കൈയുടെ മുട്ടൂന്നി അവിടെ ഒരല്പം ഒന്ന് നൂർന്നിരുന്നിട്ട് ദൈവത്തോട് ഇത്രയും മാത്രം പറയുവാനിടയായി, കർത്താവെ, ഞാൻ അവിടുത്തെ സന്നിധിയിൽ എന്നെ സമർപ്പിച്ചു. ഒരായുസ് തരുന്നുവെങ്കിൽ ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കുമെന്ന് ഞാൻ തീരുമാനമെടുത്തല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ മുട്ട് നൂർത്ത് വെച്ച് തന്നെ അല്പം നൂർന്ന് അവിടെ ഇരുന്നു കൊണ്ട് എല്ലാവരും കൂടെ പുറയിരുന്നവരെല്ലാവരും കൂടെ ചിരിച്ചപ്പോൾ എനിക്ക് അത് ഭയങ്കര സങ്കടമായി പോയി. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയുകയുണ്ടായി, കർത്താവെ, ഈ അവസ്ഥ ദൈവമേ എനിക്ക് വന്നല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഏങ്ങലടിച്ച് കരയുവാനിടയായി. കരഞ്ഞ ആ കണ്ണുനീര്
അവിടെ ധാരധാരയായി വീണ് കഴിഞ്ഞു. ഞാൻ അവിടുന്ന് എഴുന്നേറ്റു. എഴുന്നേറ്റ് കഴിഞ്ഞ് ഞാൻ അന്ന് അവിടുത്തെ ഉച്ചക്കലത്തെ ഭക്ഷണം പോലും കഴിക്കാതെ ഞാനും എൻ്റെ ഭാര്യയും കൂടി കടന്നു റോഡിൽ വന്നു. ബസ് കയറി പോരാൻ വേണ്ടി നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ബസ് കിട്ടിയില്ല. എന്നാൽ അവിടുന്ന് ഞാൻ പറഞ്ഞു, ആൾക്കാർ ഇറങ്ങി വരുമ്പോൾ അവരുടെ മുന്നിൽ എന്തു പറയും, എനിക്ക് പ്രയാസമുണ്ട്, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് മുന്നോട്ട് നടക്കാമെന്ന് പറഞ്ഞു. ഏതാണ്ട് 2.5 കിലോമീറ്ററിൽ മേളിൽ അവിടെ വരെ അന്ന് നടക്കുവാൻ ദൈവം എന്നെ ബലപ്പെടുത്തി. അത്രയും വയ്യാതിരുന്ന ഞാൻ, അന്ന് എനിക്ക് കർത്താവ് ഒരു സൗഖ്യം തന്നു. നടക്കാൻ കഴിയാതിരുന്നു. ഞാൻ നടക്കുവാൻ തുടങ്ങി. ഞാൻ എൻ്റെ അമ്മയുടെ അടുക്കൽ ചെന്നപ്പോൾ ചോദിച്ചു, നീ എങ്ങനെയാ വന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, നടന്നാ വന്നതെന്ന്. നീ നടന്നോ എന്ന് ചോദിച്ചു. നടന്നെന്ന് പറഞ്ഞു. അന്ന് തൊട്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി പറയാം, ഒരുവനെ ദൈവം ബലപ്പെടുത്തിയാൽ അവൻ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടും. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ഇന്ന് എൻ്റെ കൈ ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും ഞാൻ സുവിശേഷം പറയുവാൻ എനിക്ക് ഭവന സന്ദർശനം വലിയ ഇഷ്ടമാണ്. ഞാൻ ഏതാണ്ട് 18 വർഷക്കാലത്തോളം വി വൺ ഇൻ ക്രൈസ്റ്റ് ഗോസ്പൽ ടീമിനോട് ചേർന്ന് ഭവനങ്ങൾ സന്ദർശിക്കുവാൻ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോവാൻ 2-3 ദിവസം പാർത്തുകൊണ്ട് എൻ്റെ അന്ന് മുട്ട് മടങ്ങത്തില്ല. എനിക്ക് അന്ന് ഈ യൂറോപ്യൻ ക്ലോസറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടുള്ള സമയം. ആ വേദന സഹിച്ച് ഞാൻ കടന്നുപോയി. കർത്താവിന് വേണ്ടി, കർത്താവ് എന്നെ വിടുവിച്ച വിടുതലിനെ കുറിച്ച് അനേകരോട് സാക്ഷ്യം പറയുവാൻ, അത് അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ, ഞാൻ അനുഭവിച്ച കഷ്ടം പോലെ മറ്റ് കഷ്ടം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ കാണുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. അന്ന് തൊട്ട് ദൈവത്തിന് സ്തോത്രം. ഞാൻ പോകുന്ന സ്ഥലങ്ങളിൽ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാ. അവൻ പാപികളെ രക്ഷിക്കുക മാത്രമല്ല, രോഗികളെയും സൗഖ്യമാക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞ് അവരെ ഉറപ്പിക്കുവാൻ ഇടയായി തീരും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ആ അനുഭവ സാക്ഷ്യം കേൾക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ വലിയ ഇറങ്ങിപ്പൊക്കോന്ന് പറയും. നമുക്കറിയാമല്ലോ, ഒരു ഭവനത്തിൽ നമ്മൾ സുവിശേഷം പറയുവാൻ ചെല്ലുമ്പോൾ നമ്മളെ ആട്ടിപ്പായിക്കും. എന്നാൽ ഞാൻ എൻ്റെ കൈ കാണിച്ചാണ് ഞാൻ അവിടെ കയറുന്നത്. അതുകൊണ്ടാണ് കർത്താവ് ദൈവത്തോട്, നമുക്കറിയാം, ശൗൽ 3 വട്ടം തൻ്റെ ശൂലം ഒന്ന് മാറേണ്ടതിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ കൃപ നിനക്ക് മതി. ദൈവത്തിന് സ്തോത്രം. ആ കൃപ, ദൈവത്തിന് സ്തോത്രം. ഞാൻ അവരോട് പറയാറുണ്ട്, ഈ കൈ എന്താ മാറാത്തെന്ന് ചോദിക്കും. ഞാൻ പറയും, ഇതൊരു അടയാളം. അല്ലെങ്കിൽ ഞാൻ നിങ്ങളോടൊന്ന് സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല. എനിക്ക് ഈ കൈ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എനിക്കൊരു അരത്തൊട്ടി വെള്ളം വെക്കാൻ വയ്യായിരുന്നു. ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ മറ്റ് ദൈവദാസന്മാരെ എനിക്ക് വെള്ളം കോരിത്തന്ന് എനിക്ക് തോർത്ത് പോലും പിഴിഞ്ഞു തന്നിട്ടുള്ളത് അവരാ. എന്നാൽ ആ സ്ഥാനത്ത് ഇന്ന് ഞാൻ കാർ ഓടിച്ച്, സ്കൂട്ടർ ഓടിച്ച് വീട്ടിലെ മുഴുവൻ പണിയും ചെയ്ത് ഞാൻ ഇന്ന് കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ആ ദൈവത്തിന്റെ കൃപ മതി. എൻ്റെ ഈ കൈ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ഒരു പ്രയാസമില്ല. എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാൻ പറയാറുണ്ട്, ഞാൻ കഷ്ടത്തിലായത് നന്നായി, അവിടുത്തെ ചട്ടങ്ങൾ പഠിപ്പാൻ എനിക്കിടയായി എന്ന് പറയും. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ദൈവവചനത്തില് നമ്മൾ ദാവീദിനെ കുറിച്ച് പലപ്പോഴും പ്രസംഗിക്കാറും കേൾക്കാറുമുണ്ട്. ദാവീദിന്റെ ജീവിതത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പറയുന്നുണ്ട്, ദൈവത്തിന് സ്തോത്രം, ദാവീദിന് ഒരു വിചാരമുണ്ടായിരുന്നു. എന്താണ്? ശൗലിന്റെ കൈകൊണ്ട് ദാവീദ് മരിക്കുമെന്ന്. അതായിരുന്നു ദാവീദിന്റെ വിചാരം. എന്നാൽ ദൈവത്തിനൊരു വിചാരം ഉണ്ടായിരുന്നു ദാവീദിനെ കുറിച്ച്. ദൈവത്തിന്റെ പദ്ധതി എന്തായിരുന്നു ചോദിച്ചാൽ, ശൗലിനെ രാജസ്ഥാനത്തൊന്ന് മാറ്റിയിട്ട് ആ ദാവീദിനെ ആ രാജസ്ഥാനത്ത് ഇരുത്തണം എന്നുള്ളത് ദൈവത്തിന്റെ ഉള്ളിലെ വിചാരമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ആ ശൗലിന് എങ്ങനെയെങ്കിലും ദാവീദിനെ കൊല്ലണമെന്ന്. ശൗലിന്റെ വിചാരം ദാവീദിനെ കൊല്ലണം. എന്നാൽ ദൈവത്തിന്റെ വിചാരം ശൗലിൽ ഇരിക്കുന്ന ആ രാജസ്ഥാനത്ത് നിന്ന് ശൗലിനെ മാറ്റിയിട്ട് ദാവീദിനെ ആ രാജസ്ഥാനത്ത് ഇരുത്തണം. ദൈവത്തിന് സ്തോത്രം. ദാവീദിന്റെ ചിന്ത എന്താ? ശൗലിന്റെ കയ്യാൽ ഞാൻ മരിക്കും. അപ്പോൾ നമ്മൾ നോക്കണമേ, ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു വിചാരമുണ്ട്, ദൈവത്തിനൊരു വിചാരമുണ്ട്. മറ്റുള്ളവർക്കും നമ്മളെക്കുറിച്ചൊരു വിചാരമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുപോലെയാണ് നമ്മള് പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. ഈ ഇസ്രായേൽ ജനത്തെ കുറിച്ച് പറയുമ്പോൾ, ഇസ്രായേൽ ജനം മിസ്രയീമിന്റെ അടിമത്തത്തിൽ കിടന്ന് കഷ്ടത അനുഭവിച്ചപ്പോൾ അവർക്കൊരു ചിന്തയുണ്ട്, ഞങ്ങൾ ഇവിടെ കിടന്ന് മരിച്ചു പോകത്തേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവം അവരുടെ കഷ്ടത കാണുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഏത് കഷ്ടതയിൽ കൂടെ കടന്നു പോയാലും നമ്മളെ കാണുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ദൈവസന്നിധി വിശ്വസ്തരായി നിന്നാൽ, ദൈവത്തിന് സ്തോത്രം, അവൻ നമ്മുടെ കഷ്ടത കാണും, അവൻ നമ്മുടെ നിലവിളി കേൾക്കും, അവിടെ നമ്മുടെ കണ്ണുനീർ കാണും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ അവൻ കണ്ണുനീരിന് മറികടക്കാത്ത ദൈവമാണ്. അവിടെ കിടന്നവർ നിലവിളിച്ചപ്പോൾ
ദൈവത്തിന് ഒരു പദ്ധതി, അവരെ അവിടുന്ന് പുറപ്പെടുവിക്കണമെന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ പദ്ധതി അവരെ അവിടുന്ന് പുറപ്പെടുവിച്ച് കനാനിൽ എത്തിക്കുക എന്നുള്ളതാണ്. എന്നാൽ അവര് ആ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ, അവര് തിരിച്ചപ്പോൾ തൊട്ടേ ഫറവോന് ചിന്ത വന്നു, അങ്ങനെ വിട്ടാ പറ്റത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഫറവോന്റെ വിചാരം അവരെ പിന്തുടരണം, പിടിക്കണം, കൊള്ള പങ്കിടണം, അവരെ ഇല്ലായ്മ ചെയ്യണം. ഇത് കണ്ടപ്പോൾ ഇസ്രായേലും ഒന്നായി നിലവിളിച്ചു, ദൈവമേ, ഞങ്ങൾ ഈ മരുഭൂമിയിൽ ഇവിടെ ഫറവോന്റെ കയ്യാൽ മരിക്കുമല്ലോ എന്ന്. അവരുടെ ചിന്ത എന്തുവാ? ഞങ്ങൾ മരിക്കും എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ ചിന്ത എന്താ? അവരെ മരിക്കുവാനല്ല ദൈവം അവിടുന്ന് വിളിച്ചു വേർതിരിച്ചത്, അവരെ എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കുവാനാണ്. ദൈവത്തിന് സ്തോത്രം. അവർക്ക് അവരുടെ വഴികൾ അടഞ്ഞപ്പോൾ, ഫറവോന്റെ കയ്യാൽ മരിക്കുമെന്ന് കണ്ടപ്പോൾ അവര് നിലവിളിച്ചപ്പോൾ, ദൈവത്തിന് സ്തോത്രം, ദൈവം അവരുടെ നിലവിളി കേട്ടു. അഗ്നിസ്തംഭമായി മേഘസ്തംഭമായി അവരോട് കൂടെയിരുന്നു, അവരെ വഴി നടത്തി. എന്നാൽ അവരൊരിക്കലും കണ്ടിട്ടില്ലാത്ത വഴി. നമുക്കറിയാം, നമ്മൾ ദൈവജനത്തിൽ കാണുന്നുണ്ട്, ആഴിയിൽ വഴി ഒരുക്കി ദൈവം. ദൈവത്തിന് സ്തോത്രം. ആ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവം ആഴിയിൽ വഴി ഒരുക്കുവാനിടയായി തീർന്നു. ആ ആഴിയെ രണ്ടായി പിളർന്ന് ആ വഴിയിൽ കൂടി തൻ്റെ ജനത്തെ അവൻ അക്കരെ കടത്തി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആ വഴി തിരഞ്ഞെടുത്ത ആ മിസ്രയീമ്യർക്ക്, അല്ലെങ്കിൽ ആ പടയാളികൾ, അവരുടെ പുറകെ വന്നവർ ആ വെള്ളത്തിൽ മുങ്ങിച്ചാകുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ സേവിക്കുന്ന, വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കും, അതിനൊരു സംശയവുമില്ല. ഞാൻ ഈ മരണത്തോട് മല്ലടിച്ച് കിടക്കയിൽ കിടക്കുമ്പോൾ എന്നെ കാണുവാൻ പലരും കടന്നു വരുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. കാണുവാൻ പലരും കടന്നു വരുമ്പോൾ അവരെന്നെ കണ്ട് അവർ വളരെ ഭയത്തോടെ, അല്ലെന്നുണ്ടെങ്കിൽ ഏതാണ്, ഞാനപ്പോൾ മുടിയൊക്കെ വളർത്തി, ദാടി വളർത്തി, എന്നെ കണ്ടാൽ ഒരു പ്രാകൃത രൂപം, നഖമൊന്നും വെട്ടാതെ, എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഈ ബൈബിള് പോലും എനിക്ക് കയ്യിലെടുക്കത്തില്ല, ഒരു സാധനം എനിക്ക് കയ്യിലെടുക്കാൻ പറ്റത്തില്ല. ആ അവസ്ഥയിൽ കിടക്കുമ്പോൾ അവർ പലരും എന്നെ കാണാൻ വരുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ജോസിന് ഇനിയും വലിയ ആയുസില്ല. അവർ പറയും, ഇന്നടത്ത് ഇന്നാര് ഈ കഴിഞ്ഞ സമയത്ത് 5-6 മാസം കിടന്നു, 5-6 മാസം കിടന്ന് മരിച്ചുപോയി. അപ്പോ അവരുടെ ഹൃദയത്തിലെ ചിന്ത, മറ്റുള്ളവരുടെ ചിന്ത എന്താണ്? നമ്മള് ഇനി ആയുസ് ഇല്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവത്തിന് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വിചാരമല്ല, ഞാൻ ഒന്നേ ചിന്തിച്ചുള്ളൂ, ഈ കർത്താവിനെ അറിയണം, ഏതായാലും ഞാൻ മരിക്കും, കർത്താവിനെ അറിഞ്ഞ് മരിക്കുന്നതല്ലേ നല്ലത്. അതാണ് എൻ്റെ ചിന്ത. എന്നാൽ ദൈവത്തിൻ്റെ ചിന്ത അതല്ല, ഞാൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം, അനേകരുടെ മധ്യത്തിൽ കർത്താവിനെ സാക്ഷിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ നിശ്ചയമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ, നമ്മുടെ വഴികളല്ല ദൈവത്തിന്റെ വഴികൾ. ഇസ്രായേൽ ആ വഴി അവിടെ കണ്ടില്ല, അവർക്ക് വേണ്ടി ദൈവം നേരത്തെ വഴി തുറന്നിട്ടു. എന്നാൽ തക്ക സമയമായപ്പോൾ ആ വഴി അവരുടെ മുന്നിൽ തെളിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ഹാഗാറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഹാഗാർ പൈതലുമായി ആ അബ്രഹാം കൊടുത്ത ആ തുരുത്തിയിലെ വെള്ളവും ആ അടയുമായി യാത്ര ചെയ്തു. എന്നാൽ ആ മരുഭൂമിയിൽ ചെന്നപ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ, കുഞ്ഞിന്റെ മരണം കാണാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് ഹാഗാർ നിലവിളിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ മരിക്കും എന്നാണ് ഹാഗാറിന്റെ ചിന്ത. എന്നാൽ ദൈവത്തിന്റെ ചിന്ത അതല്ല, അവൻ വലിയൊരു ജാതിയാകണമെന്നുള്ളത് ദൈവത്തിന്റെ ചിന്തയാണ്. ദൈവത്തിന് സ്തോത്രം. ആ ചിന്ത, ആ ഹൃദയത്തിലെ ആ കുഞ്ഞിന്റെ കരച്ചിൽ സ്വർഗത്തിലെ ദൈവം കേട്ടു എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അന്ന് ഈ കിടക്കയിൽ കിടന്ന് ഞാൻ ദൈവത്തോട് നിലവിളിച്ച, രാത്രിയും പകലും ഇല്ല, എനിക്ക് രാത്രിയും പകലും ഒരുപോലാണ്. കാര്യം വെച്ചാൽ ഉറക്കമില്ലാത്ത രാത്രികൾ, വേദന സഹിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ കരച്ചിൽ മാത്രം. പലപ്പോഴും ഞാൻ അവിടെ കിടന്ന് കരയുമ്പോൾ എൻ്റെ ഭാര്യ ഓടി വരും, ഞാൻ മരിക്കുകയാണെന്നാണ് അവരുടെ ചിന്ത. എൻ്റെ കുഞ്ഞുങ്ങൾ ഓടി വരും, കൂട്ട നിലവിളി ഈ ഭവനത്തിൽ ഉണ്ടാകും. എന്നാൽ ദൈവത്തിന് സ്തോത്രം, എന്തെങ്കിലും ഇതുപോലെ കൈ അടിച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കൊതുക് വന്ന് കുത്തുന്നതായിരിക്കാം, ഒന്ന് ചൊറിയാൻ കഴിയത്തില്ല, കൈവക്കാൻ പറ്റത്തില്ലല്ലോ, അപ്പോഴായിരിക്കാം ഞാൻ കരയുന്നത്. ആ കരച്ചില്, എൻ്റെ ആ കരച്ചിൽ, എൻ്റെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീര്, അതെല്ലാം സ്വർഗത്തിലെ അപ്പച്ചൻ കാണുവാൻ ഇടയായി തീർന്നു. ഞാൻ പറയട്ടെ, എനിക്ക് ഇന്ന് വളരെ
ആത്മാർത്ഥമായി സന്തോഷത്തോടെ പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ വിദേശത്ത് എൻ്റെ ഇവിടുത്തെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ജോലിയോടുള്ള ബന്ധത്തിൽ വിദേശത്ത് പോയ സമയത്ത് ഞാൻ ചിന്തിച്ചു, വിദേശത്തൊക്കെ നിന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ പ്രായമായി വരുന്നു. ഞാൻ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ നാട്ടിലെ ജീവിതം വളരെ ബുദ്ധിമുട്ടി കഴിഞ്ഞപ്പോൾ എങ്ങനെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമെന്ന് ഞാൻ ചിന്തിച്ച സമയമുണ്ട്. ഞാൻ പറയട്ടെ, ഏലിയാവിനെ മാത്രമല്ല കാക്കയെ കൊണ്ട് പോഷിപ്പിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആവശ്യം നമ്മൾ ദൈവത്തോട് സ്തോത്രത്തോടെ, നിന്റെ ആവശ്യം സ്തോത്രത്തോടെ ദൈവസേനയെ സമർപ്പിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരു വലിയ സാക്ഷ്യം കൂടെ ഇതിനിടയിൽ എനിക്ക് പറയുവാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പലപ്പോഴും ഈ പൈസയുടെ കാര്യമൊക്കെ പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, എൻ്റെ വൈഫ് എപ്പോഴും ഇങ്ങനെ പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. എന്ത് ആവശ്യമുണ്ടെങ്കിലും ദൈവസേനയിൽ പ്രാർത്ഥിക്കുകയാണ് അവൾ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ കടന്നു വന്നു. എൻ്റെ മകൾക്ക് അന്ന് ഫീസ് കൊടുക്കുവാൻ, അതായത് ട്യൂഷൻ ഫീസ് കൊടുക്കുവാൻ പൈസ ഇല്ല. എൻ്റെ ആരോടെങ്കിലും ചോദിച്ചാൽ കിട്ടും, പൈസ ഉണ്ട്. പക്ഷെ ആ സമയത്ത് ഞാൻ അവിടെ ആയിരുന്നുകൊണ്ട് പൈസ ഇല്ല. ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, നാളെ തൊട്ട് അവൾ ട്യൂഷന് പോകുന്നില്ല, ഫീസ് കൊടുത്തിട്ടില്ല, നാളെ തൊട്ട് കയറണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്ക് ഒരു വാക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ ആരോടും മേടിച്ചായാലും തരത്തില്ലായിരുന്നോ? എന്താ എന്നോട് പറയാഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ ഒരാളോട് ചോദിച്ചിട്ടുണ്ട്, ആ ആൾ എനിക്ക് തരുമെന്ന് പെട്ടെന്ന് പറഞ്ഞു. ആ ആൾ തരുമെന്ന് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അവളെ കളിയാക്കി പറഞ്ഞു, ആരാ? പിന്നെ കയറെ കെട്ടി ഇപ്പം ഇങ്ങനെ ഇറക്കി തരും, അതോ അച്ചായൻ കൊണ്ട് തരുമോ എന്നൊക്കെ ചോദിച്ചു അവളെ കളിയാക്കി. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു കുടുംബം, ഒരു അമ്മയും മോനും കൂടെ ഇവിടെ വന്ന് അവർക്ക് 500 രൂപയുടെ ആവശ്യമുണ്ട്. അന്നത്തെ കാലത്താണെന്ന് ഓർക്കണം. ആ 500 രൂപ കൊണ്ട് എൻ്റെ വൈഫിൻ്റെ നേരെ അകത്ത് പോയി, എന്താ ഇപ്പൊ സന്ധ്യയ്ക്ക് വന്നെന്ന് ചോദിച്ചോ? പറഞ്ഞു, ഇവിടെ വരണം, ജോസ് ബ്രദറിനെ ഒന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ട് ഇവിടെ വരെ വന്നാന്ന് പറഞ്ഞു. അങ്ങനെ കടന്നു വന്നു. ഈ അകത്ത് ചെന്നു, വൈഫിനോട് സംസാരിച്ചു, അവരങ്ങ് പ്രാർത്ഥിച്ചു, കടന്നുപോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ പെട്ടെന്ന് ഇറങ്ങി വന്ന് ആ വാതുക്ക നിന്നുകൊണ്ട് ഈ 500 നോട്ട് എന്നെ കാണിച്ചിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞായിരുന്നോ ഞാൻ ഒരാളോട് ചോദിച്ചിട്ടുണ്ടെന്ന്? എന്നിട്ട് ആ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവം അത്ഭുതം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞു. അന്ന് ഞാൻ ദൈവസന്നിധി തീരുമാനമെടുത്തു, കർത്താവേ, എൻ്റെ ആ വിശ്വാസം അതൊരു ഭയങ്കരമായി പോയല്ലോ, ഞാൻ അവളെ കളിയാക്കി, എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഞങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെടുവാനിടയായിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിപ്പിക്കും? നമുക്കറിയാം, നമ്മൾ പുറത്ത് ആരോടെങ്കിലും 10 രൂപ വാങ്ങിയാൽ അവർ പറയും, ഞാൻ തന്ന പൈസ കൊണ്ടാണ് നിങ്ങൾ ഇത് ചെയ്തതെന്ന് പറയാനിടയായിത്തീരും. എന്നാൽ ദൈവം നമുക്ക് വേണ്ടി വഴി തുറന്നാൽ ആർക്കും അവകാശം പറയുവാൻ കഴിയുകയില്ല. എൻ്റെ ദൈവത്തിൻ്റെ നാമം മാത്രമേ മഹത്വമെടുക്കൂ എന്ന് പറയുവാൻ കഴിയും. അതുകൊണ്ട് ഞങ്ങൾക്കിന്ന് കുടുംബമായിട്ട് സന്തോഷത്തോടെ പറയുവാൻ കഴിയും, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, എൻ്റെ 2 കുഞ്ഞുങ്ങളെ BSc നഴ്സിംഗ് ഞാൻ പഠിപ്പിച്ചു. എങ്ങനെയെന്ന് ചോദിച്ചാൽ അത് ദൈവം നടത്തിയെന്നല്ലാതെ പറയുവാൻ ഒന്നുമില്ല. ദൈവം അവരെ മാനിച്ചു. കുടുംബമായി മൂത്ത മകൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. അവർ കാനഡ പ്രദേശത്ത് ജോലിയുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഇളയ മകൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അവൾ BSc നേഴ്സാണ്. അവളും അവിടെ തന്നെ ആയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മോനെ പാണ്ടി 6 വർഷം പഠിച്ചു, അവനിവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ജോലി സംബന്ധമായി അവനും കുഞ്ഞുങ്ങളുടെ അടുക്കിലേക്ക് കടന്നു പോയിരിക്കുന്നു, അവിടെ ആയിരിക്കുക. അപ്പം നമ്മുടെ ദൈവം ആരാണ്? ആരാധനയ്ക്ക് യോഗ്യനാണ്. അവനെ ആരാധിച്ചാൽ അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം, അവൻ വിടുവിക്കുന്ന ദൈവമാണ്. അവൻ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടില്ല. നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് അവൻ ഒരിക്കലും തിരിഞ്ഞു പോകുന്ന ദൈവമല്ല. ദൈവത്തിന് സ്തോത്രം. ഹിസ്കിയാവ് ദൈവസേനയിൽ പ്രാർത്ഥിച്ചു, ഞാൻ നിനക്ക് വേണ്ടി നിന്നത് ദൈവമേ ഓർക്കണമെന്ന് അവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ആയുസ്സിനോട് 15 വർഷക്കാലം കൂട്ടിക്കൊടുത്തതുപോലെ ദൈവത്തിന് സ്തോത്രം. എനിക്ക് പറയുവാൻ കഴിയും, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പറയാൻ കഴിയും. അവരൊന്ന്, എൻ്റെ അമ്മ പറഞ്ഞ ഒറ്റ കാര്യമുണ്ട്. എൻ്റെ അമ്മ ഇതേ അസുഖം വന്ന് നാളുകളോളം കിടക്കയിൽ തന്നെ കിടന്ന വ്യക്തിയായിരുന്നു. എഴുന്നേൽക്കാൻ കഴിയാതെ കിടന്ന് അമ്മ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ അമ്മ ആ കിടപ്പിൽ കിടക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു, എൻ്റെ കുഞ്ഞ് ആ പിള്ളേർക്കൊരു അപ്പനായി അവിടെ ഇരിക്കുന്നത് എനിക്ക് കണ്ടാൽ മതി.
അത്രമാത്രമേ ആഗ്രഹമുള്ള നമ്മ പറയുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് എനിക്ക് കൃപയാൽ പറയാൻ കഴിയും, ഞാന് ദൈവത്തിന് സ്തോത്രം ഇവിടെ ഇരിക്കുക മാത്രമല്ല, കർത്താവിന് വേണ്ടി ദൈവം എന്നെ എവിടെല്ലാം അയക്കുന്നു അവിടെ എല്ലാം കടന്നു പോവാൻ ഈ 70-ാമത്തെ വയസ്സിലും ദൈവം എന്നെ ബലപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തോത്രം. നിന്നതല്ല, എൻ്റെ ദൈവം നിർത്തിയതാണ്. ദൈവത്തിന് സ്തോത്രം. നാം പാടാറുണ്ട്, നിന്നതല്ല ദൈവം നമ്മളെ നിർത്തിയാണ് നമ്മൾ പാടാറുണ്ട്. യഥാർത്ഥത്തിൽ ദൈവം നിർത്തിയതാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം നടത്തിയതാണ്. ദൈവത്തിന് സ്തോത്രം. അത് ഓർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും മരുവില്ല. ഇതിനിടയിൽ ഞാൻ പറയട്ടെ, ഞാൻ ബൈബിൾ കോളേജിലെ പഠനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്റർ ആയിരിക്കുന്ന കെ. പാസ്റ്റർ എന്നോട് ചോദിച്ചു, ജോസേ, നിനക്ക് PG കൂടെ കഴിഞ്ഞിട്ട് നിനക്ക് സഭാ ശുശ്രൂഷ, നിനക്കൊരു സഭ ഞാൻ തരാമെന്ന് പറയുവാനിടയായി. ഞാൻ പറഞ്ഞ, അച്ഛാ എനിക്ക് വേണ്ട, എൻ്റെ കൈ ഈ അവസ്ഥയിലൊക്കെ ഇരിക്കുന്നത്, എൻ്റെ ഹൃദയം ഞാൻ പറഞ്ഞു വേണ്ട. എന്നാൽ ഞാൻ പറയട്ടെ, ആ കർത്താവിൻ്റെ ദാസൻ ഈ സെന്ററിന്റെ വിവിധ ഇടങ്ങളിൽ പല ദൈവദാസന്മാര് അമേരിക്കയിലോ അല്ലെ ഗൾഫിലോ ഒക്കെ മാസങ്ങളോളം പോയി കഴിയുമ്പോൾ ആ ചെറിയാച്ചായന്റെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന സഭയിൽ പോലും പലപ്പോഴും ഞാൻ ഇതിനു വേണ്ടി പറയുന്നതല്ല, ദൈവം ഒരുവനെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരം. അത് പറയുമ്പോൾ ഞാൻ പറയുകയാണ്, ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യമായിരുന്നു. എനിക്കൊരു സഭയുടെ ശുശ്രൂഷ ചെയ്യുവാനുള്ള യാതൊരു യോഗ്യതയുമില്ലാത്ത സ്ഥാനത്ത് ചെറിയാച്ചായൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജോസ് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. എന്തിനാണ്? ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു, ഞങ്ങളൊരു സ്ഥലം വരെ പോവുക, ഇന്ന് സഭായോഗം നടത്തണമെന്ന്. ആദ്യമായി എന്നെ ഒരു സഭായോഗം നടത്തുവാൻ ഏൽപ്പിച്ചത് ചെറിയാച്ചായന. ദൈവത്തിന് സ്തോത്രം. അതൊക്കെ ഓർത്തു കഴിയുമ്പോൾ അന്ന് തൊട്ട് ഈ സെന്ററിൽ വിവിധ ഇടങ്ങളിൽ മാറി മാറി പല ദൈവദാസന്മാരെ വിളിച്ച്, അത് AG സഭകളിൽ പോലും പോയി കടന്നുപോയി. അവർക്ക് വേണ്ടി ഞാൻ ദൈവസേനയിൽ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ചോദിക്കുന്ന ചോദ്യമുണ്ട്. അധ്യാപകർ ചോദിക്കുമായിരുന്നു, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? പാസ്റ്റർ ആകാനാണോ, നോർത്ത് ഇന്ത്യയിലേക്ക് പോകാനാണോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. എന്തോ ഞാൻ അങ്ങ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് ദൈവദാസന്മാർക്ക് ഒരു കൈത്താങ്ങലായി എനിക്ക് ഇരുന്നാൽ മാത്രം മതി എന്നാണ് ഞാൻ അന്ന് അവിടെ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവദാസന്മാർക്ക് കൈത്താങ്ങലായി ദൈവം എന്നെ ആക്കി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ V1 in Christ ഗോസ്പൽ ടീം എന്ന് പറഞ്ഞ ടീമിനോട് ചേർന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഏകദേശം ഒരു 10-18 വർഷം കടന്നു പോകാൻ ദൈവം സഹായിച്ചു. ശാരീരികമായ അല്പമായ ക്ലേശങ്ങളൊക്കെ ഇപ്പോഴുണ്ട്. പ്രായം ചെല്ലുന്തോറും ആ പഴയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ അങ്ങനെ തുടർച്ചയായിട്ട് പോകാൻ കഴിയുന്നില്ല, ദൂരെയൊന്നും. മറ്റേന്ന് പറഞ്ഞാൽ തൃശ്ശൂര്, ഇരിട്ടി, അങ്ങനെ ആ ഒരുപാട് സ്ഥലങ്ങൾ, വയനാട്, തിരുവനന്തപുരത്തിന്റെ അങ്ങ് കന്യാകുമാരി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി 2-3 ദിവസം പാർത്ത് ഭവനങ്ങൾ സന്ദർശിക്കുകയും കർത്താവിനെ സാക്ഷിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇന്ന് അതിനൊന്നും കഴിയാത്തൊരവസ്ഥയുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര് ആത്മാർത്ഥമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് വേണ്ടി ഒന്ന് മാത്രം ആഗ്രഹിക്കുന്നു, ദൈവം തരുന്ന കൃപയ്ക്കനുസരിച്ച്, ദൈവം തരുന്ന ആരോഗ്യത്തിനനുസരിച്ച് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് എല്ലാവർക്കും പറയാൻ കഴിയണം, ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവം. ഈ ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്തവൻ. അവൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അതവൻ നിവർത്തിക്കുക തന്നെ ചെയ്യും. എന്നോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ദൈവം നിറവടിയായി നിവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നുവെന്ന് എനിക്ക് പറയുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ഇന്നും ദൈവം തരുന്ന കൃപയ്ക്കനുസരിച്ച് ഞാനും എൻ്റെ വൈഫും കൂടെ ഭവനങ്ങളൊക്കെ സന്ദർശിക്കുക, രോഗികളെ സന്ദർശിക്കുക, അവർക്ക് ട്രാക്റ്റുകൾ കൊണ്ട് കൊടുക്കുക. ഇവിടെ ആരെങ്കിലും കടന്നു വന്നാലും അവരോട് ഒരു വാക്കെങ്കിലും, ഒരു സുവിശേഷം പറയുകയോ ഒരു ട്രാക്റ്റെങ്കിലും കൊടുക്കുകയോ ചെയ്യാതെ ഞങ്ങൾ ഇരിക്കാറില്ല. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ആവോളം അത് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു, ആവോളം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയുവാൻ കഴിയും, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. നമ്മൾ ദൈവസന്നിധിയിൽ കണ്ണുനീരോടൊരു വിഷയം വെച്ചാൽ നമുക്ക് അതിന്റെ മറുപടി ദൈവം തരുകതിന് അവൻ വിശ്വസ്തന്മാരെ കാക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് ദൈവം തരുന്നു. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പ്രതികൂലങ്ങൾ വരും, പ്രശ്നങ്ങൾ വരും. എന്നാൽ ഇതൊന്നും നമ്മളെ കവിഞ്ഞു പോകത്തില്ല. അതെല്ലാം നമുക്ക് പുറകിലായിരിക്കും. ആ പ്രശ്നങ്ങളെ തരണം ചെയ്യുവാനുള്ള കൃപ അവൻ നമുക്ക് ദിനം പ്രതി തരും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ കൃപയിൽ നിലനിൽക്കുവാൻ ആരെങ്കിലും രോഗികളായോ ഏതെങ്കിലും അവസ്ഥകൾ ആയിരിക്കുന്നുള്ളൂ, എന്നെ വിടുവിച്ച കർത്താവ്, ഞാൻ എവിടെ ചെന്നാലും പ്രാർത്ഥിക്കുന്നു, കർത്താവെ, മരണത്തോട് മല്ലടിച്ച് കിടന്നപ്പോൾ എന്നെ വിടുവിച്ച ദൈവമേ, ഈ പ്രിയപ്പെട്ടവരെയും വിടിപ്പാൻ അവിടുന്ന് ശക്തനാണ്.
ദൈവത്തിന് സ്തോത്രം. ഇതാണ് പ്രാർത്ഥിക്കുന്നത്. എന്നെ വിടുവിച്ച ദൈവം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഏതേലും അവസ്ഥയിൽ കഷ്ടമോ ഭാരമോ വേദനയോ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ എന്നെ വിടുവിച്ച ദൈവം നിങ്ങളെയും വിടുവിപ്പാൻ ശക്തനായ ദൈവമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇന്ന് എന്നെ കേട്ട, അല്ലെന്നുണ്ടെങ്കിൽ കർത്താവിന്റെ വിടുതലിന്റെ സാക്ഷ്യം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവസേനയിൽ പ്രാർത്ഥിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സിസ്റ്ററെ, സമയമായില്ലേ? 7:30 വരെ, 7:30, അരമണിക്കൂറുണ്ട്. ഉണ്ടോ? ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ഒരു ദൈവവചനം അല്പം സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവസേനയിൽ എല്ലാവരും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥനയോടെ ദൈവസേനയിൽ ആയിരിക്കുക. നമുക്കറിയാം, എസ്കേലിന്റെ പുസ്തകം 22-ാം അധ്യായത്തിന്റെ എസ്കേൽ 22:30 വാക്യം. എസ്കേലിന്റെ പുസ്തകം ഇവിടെ ഞങ്ങൾ തന്നെ വായിക്കാം. ദൈവത്തിന് സ്തോത്രം. എസ്കേൽ 22:30. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ അതിനെ മതിൽ കെട്ടി എന്റെ മുമ്പാകെ പിളർപ്പിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ലതാനും. ആകയാൽ ഞാൻ എന്റെ ക്രോധം അവരുടെ മേൽ പകർന്ന് എന്റെ കോപാഗ്നി കൊണ്ട് അവരെ മൂടിക്കളഞ്ഞിരിക്കുന്നു. അവരുടെ നടപ്പിന് തക്കവിധം ഞാൻ അവർക്ക് പകരം കൊടുക്കുന്നു എന്ന യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ദൈവത്തിന് സ്തോത്രം. അവിടെ നമ്മൾ വായിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവം അനുഗ്രഹിക്കുവാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നതെങ്കിലും ദൈവത്തിന്റെ കോപം നമ്മുടെ മേൽ ഉണ്ടാകുവാൻ സാധ്യത വരും. എന്തുകൊണ്ട്? ദൈവത്തെ അനുസരിക്കാതെ ആയിരിക്കുമ്പോൾ. അതിന്റെ 29-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 29. അവർക്ക് കുമ്മായം തേക്കും ദേശത്തിലെ ജനം ഞെരുക്കം ചെയ്യുകയും പിടിച്ചു പറിക്കുകയും എളിയവനെയും ദരിദ്രനെയും ഉപദ്രവിക്കുകയും പരദേശിയെ അന്യായമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നു. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വിധം അതിനെ മതിൽ കെട്ടി എന്റെ മുമ്പാകെ പിളർപ്പിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ലതാ. ദൈവത്തിന് സ്തോത്രം. നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത് ദേശത്തെ നശിപ്പിക്കാതിരിക്കുവാൻ, ഇടിവിൽ നിൽക്കുവാനാണ്. ഈ ഡാളസിന്റെ പ്രയർ ലൈനില് ഇത്രയും ദൈവദാസന്മാരെ ഈ ആക്കി വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ക്രോധം അല്ലെങ്കിൽ കോപം ദേശത്തിന്റെ മേൽ വരാതിരിക്കുവാൻ, ദേശത്തിന്റെ കാവൽക്കാരായി നമ്മളെ ആക്കി വെച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് നമ്മളെ വിടുവിക്കുമെന്ന്. എന്നാൽ ദൈവം പറയുകയാണ്, എന്ത് ചെയ്യും? ഇതൊക്കെ ചെയ്താൽ ഞാൻ ദേശത്തെ നശിപ്പിക്കും. ഏതൊക്കെയാണ്? ദേശത്തെ ഞെരുക്കുന്നു, പിടിച്ചു പറിക്കുന്നു, ഉപദ്രവിക്കുന്നു, ഒരു കാരണമില്ലാതെ എന്ത് ചെയ്യുന്നു? പീഡിപ്പിക്കുന്നു. ഇതൊക്കെ ഇന്ന് നമ്മൾ പാർക്കുന്ന ദേശത്ത് ദിനംപ്രതി നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒന്ന് ചിന്തിച്ചേ. നമ്മൾ ഓരോ ദിവസവും നാട്ടിലെ ഓരോ ദിവസവും പത്രങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ എന്തെല്ലാമാണ് നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. പിടിച്ചു പറിക്കുന്നു, കൊള്ളയിടുന്നു, എവിടെ ചെന്നാലും ഉപദ്രവിക്കുന്നു, സമാധാനത്തോടെ ഇറങ്ങി നടക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന്? അവരെ നശിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇടിവിൽ നിന്ന് കരയുവാൻ ഒരാളെ, നമുക്ക് കായികമായി അവരെ തോൽപ്പിക്കുവാനോ ഒന്നും നമുക്ക് കഴിയില്ല. നമുക്ക് കഴിയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. നമുക്ക് ദേശത്തിന്റെ കാവൽക്കാരായി ദൈവം നമ്മളെ വെച്ചിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾക്ക് ഇടിവി നിൽക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. കർത്താവേ, ഈ ഉപദ്രവിക്കുന്നവരും അതുപോലെ തന്നെ കൊള്ളയിടുന്നവരും
പിടിച്ചു പറിക്കുന്നവരും അവരെയൊക്കെ ദൈവമേ അവർക്കൊരു മാനസാന്തരം ഉണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ ഇടയായി തീരണം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നാ സോദോമിനെ കുറിച്ച് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. ദൈവം തീരുമാനിച്ചെന്താ? സോദോമിനെ ഞാൻ നശിപ്പിക്കും, എന്നാൽ അതിൽ പാർക്കുന്ന തൻ്റെ സഹോദരനെ രക്ഷിക്കുവാൻ വേണ്ടി ഒരാൾ ഇടിവിൽ നിന്നു. ആരാണ്? അബ്രഹാം. സോദോമിനെയും ഗോമോറയും നശിപ്പിക്കുമെന്ന് ദൈവം തീരുമാനിച്ചു. എന്നാൽ ഇടിവിൽ നിൽക്കുവാൻ ഒരാൾ ഉണ്ടായിരുന്നതുകൊണ്ട് ആ തൻ്റെ സഹോദരനെ രക്ഷിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം, ആ അബ്രഹാം സഹോദരന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിലെ നമ്മുടെ സഹോദരങ്ങൾ നശിക്കാതിരിക്കുവാൻ, ദേശം വിടുവിക്കപ്പെടുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഈ ലോകം ഒരു പക്ഷെങ്കിൽ നമ്മളെ അംഗീകരിച്ചെന്ന് വരികയില്ല. എന്നാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ദൈവത്തിന്റെ സന്നിധിയിൽ സുഗ്രാഹ്യമാണ്. നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേൾക്കും. അവൻ നമ്മുടെ ദേശത്തെ വിടുവിക്കും, നമ്മുടെ സഹോദരങ്ങളെ വിടുവിക്കും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇടിവി നിൽക്കുവാനാണ് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. യെശയ്യാപ്രവചനം 62-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം കൂടെ വായിക്കാം. ദൈവത്തിന് സ്തോത്രം. യെശയ്യാവ് 62:6. യെരൂശലേമേ, ഞാൻ നിന്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു. അവർ രാവോ പകലോ യെരൂശലേമേ, ഞാൻ നിന്റെ മതിലുകളിൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു. ആക്കി വെച്ചിരിക്കുന്നു. അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതെ ഇരിക്കുകയില്ല. യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. അവൻ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളൂ കാവൽക്കാരായി മതിലിന്മേൽ ആക്കി വെച്ചിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ദേശത്തിന്റെ വിവിധ ഇടങ്ങളിൽ നമ്മളെ അവിടെവിടങ്ങളായി ദേശത്തിന്റെ കാവൽക്കാരായി ആക്കി വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നശിച്ചു പോകുന്നവർ അവർ യഥാസ്ഥാനപ്പെടേണ്ടതിന് വേണ്ടി. അങ്ങനെയെങ്കിൽ പ്രാർത്ഥന നിർത്തരുത്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ പ്രാർത്ഥന നിർത്തരുത്. ദൈവസേനയിൽ നാം പക്ഷപാതം ചെയ്യണം. ദൈവം നോക്കുന്നതാ. കാവൽക്കാരാക്കി നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുക. അപ്പൊ കാവൽക്കാരോട് ചോദിക്കുന്നത്, കാവൽക്കാരാ രാത്രി എന്തായിരുന്നു? അങ്ങനെയെങ്കിൽ നമ്മളോട് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. ദേശത്തിന്റെ കാവൽക്കാരായി നമ്മളെ ആക്കി വെച്ചപ്പോൾ നാം ദേശത്തിന് വേണ്ടി ഇടയുന്നു. അവരെ യഥാസ്ഥാനപ്പെടുവാൻ വേണ്ടി നാം എന്ത് ചെയ്തു? ദൈവത്തിന് സ്തോത്രം. ഈ ദിവസങ്ങളിൽ അവരെ യഥാസ്ഥാനപ്പെടുവാൻ വേണ്ടി നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീരട്ടെ. അതുപോലെ നഹൂം 2:1 അധ്യായത്തിൽ സംഹാരകൻ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നാ? കോട്ട കാക്കണം. അപ്പൊ നമ്മളെ എന്ത് ചെയ്തിരിക്കുക? നമുക്ക് ചുറ്റും കോട്ട കെട്ടി, ദൈവം നമുക്ക് ചുറ്റും കോട്ട കെട്ടിയിട്ടുണ്ട്. എന്നാൽ ഈ കോട്ടയ്ക്ക് നമ്മളാണ് കാവൽക്കാരൻ. ഈ കോട്ട എപ്പോ വേണമെങ്കിലും ഇടിച്ചു കളയാം. പിശാച് അതിന്റെ മുഴുവലത്തോടെ പോരാടും. എന്നാൽ പിശാച് ഈ കോട്ടയെ തകർക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് കാവൽ നിൽക്കണം. ദൈവത്തിന് സ്തോത്രം. നാം രാവോ പകലോ ഇല്ലാതെ നാം ദേശത്ത് കാവൽ നിൽക്കുന്നു എങ്കിൽ ദൈവത്തിന് സ്തോത്രം, ആ ദേശത്തെ ദൈവം വിടുവിക്കും. അപ്പൊ സംഹാരകൻ കടന്നു വരും. ഏത് സമയത്തും തകർത്ത് കളയുവാൻ. നമ്മുടെ കുടുംബമായിക്കോട്ടെ, നമ്മുടെ ഭവനങ്ങളായിക്കോട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളായിക്കോട്ടെ, അവരൊക്കെ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവം അവർക്ക് കോട്ട കെട്ടി അവരെ കാക്കുന്നു. എന്നാൽ ഈ കോട്ടയെ തകർത്തുകൊണ്ട് അവരെ നശിപ്പിച്ച് കളയുവാൻ, ഭവനത്തെ മുടിച്ചു കളയുവാൻ പിശാച് ശ്രമിക്കും. എന്നാൽ ഈ പിശാചിന്റെ പ്രവൃത്തികളെ നാം അറിയാത്തവരായി പോകരുത്. പിശാചിനോട് എതിർത്ത് നിൽക്കുക, അവൻ വിട്ടോടിപ്പോകും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്നോട് അടുത്ത് വരുവിൻ, ഞാൻ നിങ്ങളോടും അടുത്ത് വരാം. നമ്മൾ ദൈവത്തോട് അടുത്ത് ചെന്ന് നമ്മൾ ദൈവസേനയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, നാം ഇടിവിൽ നിൽക്കുന്നുവെങ്കിൽ, നമ്മുടെ കുടുംബമാകട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളാകട്ടെ, നമ്മുടെ ദേശമാകട്ടെ, നമ്മുടെ സഭയാകട്ടെ, മുടിച്ചു കളയുവാൻ അല്ലെങ്കിൽ അതിനെ തകർത്ത് കളയുവാൻ സംഹാരകന് സാധിക്കയില്ല. അവൻ ശത്രു ആരെ വിഴുങ്ങേണ്ടതെന്ന് ചിന്തിച്ച് അലറുന്ന സിംഹം പോലെ
ചുറ്റും നടക്കും. എന്നാൽ ഇതിനെ തകർത്ത് കളയുവാൻ ശത്രു ചുറ്റും നടക്കും. നമ്മുടെ ഭവനത്തെ മുടിച്ചു കളയും, നമ്മുടെ കുഞ്ഞുങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ അവൻ ഇങ്ങനെ ചുറ്റും നടക്കത്തേ ഉള്ളൂ. അവനത് കഴിയുകയില്ല. നാം ദൈവസേനയിൽ അവനോട് എതിർത്ത് നിന്നാൽ അവൻ വിട്ടു ഓടിപ്പോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് നാം ദേശത്തിന്റെ കാവൽക്കാരായി നമുക്ക് ദൈവസേനയിൽ ഇരിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അവിടെ 106 സങ്കീർത്തനത്തിന്റെ 23 വാക്യത്തിലും പറയുന്നുണ്ട്, ദൈവത്തിന്റെ പ്രവൃത്തിയെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുവീൻ, ഞാൻ നിങ്ങളെ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ അത് ഒരു പക്ഷെങ്കിൽ നാം എന്ത് ചെയ്യും? ദൈവത്തിന്റെ പല പ്രവൃത്തികളും നമ്മൾ കാണും. എന്നാൽ കണ്ടത് പലതും നാം എന്ത് ചെയ്യും? നാം മറന്നുപോകും. ദൈവം ചെയ്ത ഉപകാരം നാം ഒരിക്കലും മറന്നു പോകരുത്. ഇന്ന് ലോകത്തിൽ നമ്മൾ കാണുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ദൈവം ചെയ്ത പല കാര്യങ്ങളും നാം മറന്നിട്ട് ആ വന്ന വഴി പോലും നമ്മൾ ഓർക്കാതെ, ഞാൻ പറയുന്ന കുഞ്ഞുങ്ങൾ ചിലരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ദൈവത്തിന് സ്തോത്രം, ഈ പഴയ കാര്യങ്ങളൊക്കെ എന്തിനാ പറയുന്നത്? ദൈവം പറയുന്നുണ്ട്, നമ്മൾ വന്ന വഴി നാം മറക്കരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മുടെ ജീവിതത്തിൽ നാം ഒരാൾക്കൊരു ഉപകാരം ചെയ്താൽ ആ ഉപകാരം ചെയ്ത ആള് അത് നമ്മളെ കാണുമ്പോൾ ഞാൻ അന്ന് അവൻ അതൊന്നും ചെയ്തായിരുന്നു, അവനിപ്പോ എന്നോടൊരു നന്ദിയുമില്ല, നമ്മൾ ഇടയ്ക്ക് പറയാറുള്ള കാര്യം. അങ്ങനെയെങ്കിൽ നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം എന്തെല്ലാം ഉപകാരങ്ങളാ ചെയ്യുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കുക. അവൻ ചെയ്യുന്ന ഉപകാരം ഓർത്താൽ നാം എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈവം അവൻ നമ്മുടെ ഒന്നും സമ്പത്തോ ഒന്നും അവന് വേണ്ട. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ അവൻ നമുക്ക് ചെയ്ത ഉപകാരത്തിനനുസരിച്ച് അവൻ ആരാധന അർപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. അവൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത വിടുതലുകൾക്കനുസരിച്ച് അവന്റെ സന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കുക. ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നന്ദിയുള്ള ഒരു ഹൃദയം നമുക്ക് ഉണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഒരാൾക്കൊരു ഉപകാരം ചെയ്തു കഴിയുമ്പോൾ അവർക്ക് നമ്മളോട് നന്ദി ഉണ്ടെങ്കിൽ വീണ്ടും അവർക്കൊരു ഉപകാരം ചെയ്യുവാൻ നമുക്ക് തോന്നും. ഇല്ല, നമ്മൾ നന്ദി കെട്ടവരാണെങ്കിൽ അവരൊരു ഉപകാരം വേണ്ടി നമുക്ക് ചെയ്യാൻ അവർ മടിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് സ്തോത്രം. അവൻ ചെയ്ത ഉപകാരങ്ങളെ നാം എന്ത് ചെയ്തത്? നാം മറക്കുന്നവരായി തീരരുത്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ നമുക്കറിയാം, മോശ ദൈവസന്നിധിയിലെ ഇടിവിൽ നിന്നായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. മോശ ഇസ്രായേൽ ജനത്തിന്റെ വിടുതലിന് വേണ്ടി ലക്ഷക്കണക്കിന് ആൾക്കാരുമായി യാത്ര തിരിച്ച സമയമുണ്ട്. എന്നാൽ പലപ്പോഴും വെള്ളമില്ലാതിരുന്ന് അവര് നിലവിളിച്ചു, മോശയോട് വെറുവെറുത്തു. ഇതൊക്കെ ചെയ്തപ്പോഴും മോശ ദൈവസന്നിധിയിൽ ഇടിവി നിൽക്കുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മളൊരു പക്ഷെങ്കിൽ ഈ ലോകത്തിൽ പല ഉപകാരങ്ങളൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് അതിന്റെ മധ്യത്തിൽ നമുക്ക് ഒരിക്കലും ചിലപ്പം അതിന് നമുക്കൊരു അനുകൂലമായ ഒരു പ്രതിഫലമോ അല്ല ഒന്നും നമുക്ക് ലഭിച്ചിട്ടിരിക്കും. ഇന്നത്തെ ലോകം അങ്ങനെ. ആ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ അതുകൊണ്ട് പ്രാർത്ഥന നിർത്തുകയോ ഇടിവി നിൽക്കുന്നത് നിർത്തുകയോ ചെയ്യാൻ ഇടയാകരുത്. ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തിന്റെ സന്നിധിയിൽ നാം നന്ദിയുള്ളവരായിരിക്കുവാൻ അവൻ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം, ദൈവത്തിന് സ്തോത്രം, അതിന് മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവി നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അന്വേഷിച്ചു. ദൈവത്തിന് സ്തോത്രം. ആരെയും കണ്ടില്ലതാനും ദൈവം നോക്കുമ്പോൾ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുകയാണ്, അന്വേഷിച്ചു കണ്ടില്ല. ഇന്ന് അനേകരും എന്ത് ചെയ്യുക? ഇടിവി നിൽപ്പാൻ ആൾക്കാരെ കിട്ടുന്നില്ല. പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ തുടങ്ങും, ഓൺലൈനിലായാലും തുടർച്ചയായി. ഇന്ന് കുറച്ചു പേര് ആ കോവിഡിന്റെ ഒക്കെ സമയത്തുണ്ടല്ലോ, എല്ലാ സഭകളിലും ഈ ഓൺലൈൻ പ്രെയർ ഉണ്ടായിരുന്നു. അത് കണ്ടിന്യൂസ് വൈകിട്ടും ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. എന്നാൽ ഇന്ന് അതെല്ലാം കുറഞ്ഞു വന്നിരിക്കുക. അതാണ് ദൈവം അന്വേഷിക്കുക. ഇടിവി നിൽക്കുവാൻ ഒരാളുണ്ട്. ദൈവകൃപയാൽ ദൈവദാസിമാരെ നിങ്ങളുടെ ഈ പ്രെയർ ലൈൻ ഏറ്റവും അനുഗ്രഹമായ രീതിയിൽ നടക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ദൈവസന്നിധിയിൽ
ഇടിവിൽ നിന്ന് പക്ഷപാതം ചെയ്യുന്നുവെങ്കിൽ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം ദൈവം വിടുവിക്കുക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഇത്രത്തോളം ദൈവം സഹായിച്ചു. ഞങ്ങളെ ഓർത്ത് നിങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇങ്ങനെ ഒരു വാക്യം പറയുന്നുണ്ട്. യെശയ്യാപ്രവചനം 30-ാം അധ്യായത്തിന്റെ, ദൈവത്തിന് സ്തോത്രം, അതിന്റെ 18-ാമത്തെ വാക്യം. അതുകൊണ്ട് യഹോവ നിങ്ങളോട് കൃപ കാണിപ്പാൻ താമസിക്കുന്നു, അതുകൊണ്ട് അവൻ നിങ്ങളോട് കരുണ കാണിക്കാതെ വണ്ണം ഉയർന്നിരിക്കുന്നു. യഹോവ ന്യായത്തിന്റെ ദൈവമല്ലോ, അവനായി കാത്തിരിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. ദൈവസന്നിധിയിൽ നമ്മുടെ ദൈവത്തിനായി നമുക്ക് കാത്തിരിക്കാം. ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധിയിൽ നാം കാത്തിരുന്ന് കർത്താവിന്റെ പ്രവൃത്തി കാണുവാൻ ദൈവസന്നിധിയിൽ നമുക്ക് കാത്തിരിക്കാം. ദൈവത്തിന് സ്തോത്രം. യെരൂശലേമിൻ്റെതായ സിയോൻ നിവാസികളെ, ഇനി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട. നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ അവന് നിശ്ചയമായിട്ട് കരുണ തോന്നും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നോക്കണമേ, അവിടെ കാണുകയാണ് നമ്മൾ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന ആ നിലവിളിക്ക് മറുപടി ഉണ്ട്. നമ്മളുടെ പ്രാർത്ഥന വ്യർത്ഥമല്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. ദൈവത്തിന്റെ വചനം ശക്തമായി പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവനായി കാത്തിരിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. യെരൂശലേമിന്റെ സിയോൻ നിവാസികളെ, ഇനി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട. ഇനി നമ്മൾ കരയേണ്ട കാര്യമില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ അവന് നിശ്ചയമായിട്ട് കരുണ തോന്നും. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല, കേൾക്കുമോ ഇല്ലയോ, ആ ഒരു ചാഞ്ചല്യം നമുക്ക് വേണ്ട. ദൈവം നമ്മളുടെ പ്രാർത്ഥന കേൾക്കും. ദൈവത്തിന് സ്തോത്രം. അത് കേൾക്കുമ്പോൾ തന്നെ അവൻ ഉത്തരമരുളും. നമ്മുടെ പ്രാർത്ഥന, ഈ പ്രാർത്ഥനകളൊക്കെ സ്വർഗത്തിൽ നമ്മുടെ കണ്ണുനീർ അവൻ തുരുത്തിയിൽ നിറച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് തക്ക സമയത്ത് അതിന് മറുപടി അവൻ തരും. അവനായി നാം കാത്തിരിക്കുക. ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് നാം ദൈവസേനയിൽ ഈ ദിവസങ്ങളിൽ ഇടിവ് നിൽക്കുന്നത് നിർത്തരുത്. ഹല്ലേലൂയ. അവനായി നമുക്ക് കാത്തിരിക്കാം, അടങ്ങിയിരിക്കരുത് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അടങ്ങിയിരിക്കാതെ ദൈവസന്നിധി നിലവിളിയോടെ ആയിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധിയില് നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഇത്രത്തോളം സമയം ദൈവത്തിന് സ്തോത്രം. എന്നെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസി, പ്രത്യേകാല് സിസ്റ്റർ സന്ധ്യ സിസ്റ്ററെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസി ഇവിടെ എന്നോട് ഈ വിവരം പറഞ്ഞപ്പോൾ ഞാൻ സ്ഥലത്തില്ലായിരുന്നു, എന്നാൽ വിവരം അറിഞ്ഞു, വിളിച്ചു. ഇങ്ങനൊരു അവസരം ഒരുക്കി തന്നു. ചർച്ചിലെ ഉപവാസ പ്രാർത്ഥനയും മീറ്റിങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെയും വൈകിട്ടുമായിട്ട് ഞാൻ ലേറ്റ് ആയിട്ടാണ് വന്നത്. പിന്നെ അതിനുശേഷമാണ് ഞാൻ ഇതൊക്കെ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇത്രത്തോളം സമയം നിങ്ങളുടെ മധ്യത്തിൽ കർത്താവിന്റെ വിടുതലിന്റെ സാക്ഷ്യം വഹിപ്പാൻ ദൈവം എന്നെ സഹായിച്ചു. ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളോട് എല്ലാവരോടുള്ള ഒരു പ്രാവശ്യം കൂടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്ക് നമ്പർ തന്ന ദൈവദാസൻ, എനിക്ക് തോന്നുന്നു മാമൻ പാസ്റ്റർ എന്ന് പറഞ്ഞപ്പോൾ കോഴഞ്ചേരിയിലുള്ള ബാപ്പുട്ടി പാസ്റ്റർ തന്നെ ആയിരിക്കാം. അദ്ദേഹത്തെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. വിശ്വാസത്തിലേക്ക് എന്നെ കൊണ്ടുവന്ന ആ ദൈവദാസനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സ്തോത്രം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ കർത്താവ് ഈ പ്രയർ ലൈനെ സംബന്ധിച്ച് എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ജീവിതത്തിൽ ചെയ്ത വിടുതലിന്റെ സാക്ഷ്യം കേട്ടവർ, അവരെ ആ കേട്ട കാര്യങ്ങൾ അവർക്കൊരു ഉറപ്പായി ധൈര്യമായി തീരുവാൻ തക്കവണ്ണം ഇങ്ങനെ വിടുവിക്കുന്ന ഒരു ദൈവം ഉണ്ടോ എന്ന് ഓരോരുത്തരും പറയത്തക്കവണ്ണം ദൈവത്തിന്റെ പ്രവൃത്തി അവരിലൊക്കെ കാണുവാൻ ദൈവം. ആരെങ്കിലും പൊന്നപ്പച്ച രോഗികളായി കഷ്ടം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ ഈ പ്രാർത്ഥന കേൾക്കുന്നുണ്ടെങ്കിൽ, ദൈവമേ അതിവേഗത്തിൽ ഓടുന്ന വചനമയച്ച് എന്നെ മരണത്തിൽ നിന്ന് വിടുവിച്ച കർത്താവ് അവരെയും വിടുവിക്കുമാറാകുന്നു. അവർ കർത്താവിന്റെ സാക്ഷിയായി തീരുവാൻ,
അവർ മുഖാന്തരം അനേകർ യേശുവിനെ അറിയുവാൻ ദൈവം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രയർ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസി, അതുപോലെ ഇതിന്റെ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന ദേവദാസൻ, മറ്റിതിനോട് ചേർന്ന് പ്രാർത്ഥനയിൽ സഹകരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, അവര് ദേശത്തിന്റെ കാവൽക്കാരായി അവരെ ആക്കി വെച്ചിരിക്കുമ്പോൾ അവർ രാത്രിയില്ല പകലില്ലാതെ ദൈവസന്നിധിയിൽ ദേശത്തിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ അവരെ വീണ്ടും ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗം പ്രാർത്ഥന കേട്ടവർക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ.